ട്രോളാകെ അടിമ ജീവിതമാണല്ലോ. ആടുജീവിതം അല്ലേ ഇതേതിപ്പോ അടിമ ജീവിതം? ഈ മുസ്ലിം ലീഗുകാരുടെ അവസ്ഥയാണ് അടിമ ജീവിതം എന്ന് പറഞ്ഞത്. സ്വന്തം കൊടി നാട്ടുകാരെ കാണിക്കാതെ വെക്കുന്നതും അതിൽ അഭിമാനം കൊള്ളുന്നവരെ അടിമകൾ എന്ന് വിളിക്കുന്ന തെറ്റൊന്നുമില്ല. ഈ അക്കരെ അക്കരെ സിനിമയിലെ ശ്രീനിവാസൻ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, തല്ലിക്കോ ഇനിയും തല്ലിക്കോ. അത് തന്നെയാണ് ഇപ്പൊ ലീഗുകാരുടെ അവസ്ഥ. പക്ഷെ ഈ ന്യായീകരണമാണ് അൺസൈക്കബിൾ. ഇതെന്തോ സ്ട്രാറ്റജിയാണെന്ന് കോൺഗ്രസ്സുകാർ ലീഗുകാരെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലെ ലീഗിന്റെ പച്ചക്കൊടിയും കൊടിയിലെ ചന്ദ്രക്കലയെ കണ്ട വോട്ട് കുറയും, അതില്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണ്. ബീഹാറിലെ കോൺഗ്രസിന്റെ ഘടകകക്ഷിയ RJDയുടെ കൊടിയില്ലേ, അത് പച്ചയാണല്ലോ. ഈ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അവരുടെ കൊടി പാടില്ലെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പറയുമോ? പോട്ടെ, ഇവിടെ INL എടുക്കാം, LDFന്റെ ഘടകകക്ഷിയാണല്ലോ, അവരുടെ കൊടി പച്ചയാണ്, അതിൽ ചന്ദ്രകലയുണ്ട്. സംഗതി സിമ്പിളാണ്. ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്തുടരുന്നത് മൃദു ഹിന്ദുത്വമാണ്. ഒന്നുകിലും ലീഗുകാർക്ക് ഇത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെയെങ്കിലും കിട്ടുന്ന സീറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാകാത്ത പോലെ നിൽക്കുന്നു. പക്ഷേ ഈ മലബാറിലെ UDF എന്ന സംവിധാനം തന്നെ ലീഗാണ്. അവിടെ പോലും സ്വന്തം കൊടി പിടിക്കാൻ പറ്റാത്ത ദുരവസ്ഥയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയ പരിപാടി ഒന്നല്ലല്ലോ. പണ്ട് കോൺഗ്രസ് ലീഗിനോട് പറഞ്ഞിരുന്നു CHനെ സ്പീക്കറാക്കണമെങ്കിൽ തലയിലെ തൊപ്പി വരണമെന്ന്. ഇന്നിപ്പം പറയുന്നു ഈ കൊടിയെടുത്ത് ആ പരിസരത്തേക്ക് വരാൻ പാടില്ലെന്ന്. നാളെ ഇപ്പം പറയായിരിക്കും മുസ്ലിം ലീഗില് മുസ്ലിം എടുത്ത് മാറ്റണമെന്ന്. അതും കോൺഗ്രസ്സുകാർ പറയാൻ നല്ല സാധ്യതയുണ്ട്. ഈ സ്വന്തം രാഷ്ട്രീയം പോലും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ലീഗുകാർ പോയതാണ് കഷ്ടം.